ഇന്ന് നമുക്ക് പരിശോധിച്ചാൽ അറിയാം, ലോകമൊട്ടാകെ നാം ആഗോളാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ 4-ൽ 1 മദ്ഹബ് സ്വീകരിക്കാത്ത മനുഷ്യരെ കാണാൻ വളരെ പ്രയാസമാണ്. എവിടെ ചെന്ന് നോക്കിയാലും മക്കയിലും മദീനയിലും ബഗ്ദാദിലും മൊറോക്കോവിലും റഷ്യയിലും ചൈനയിലും എന്ന് വേണ്ട ഏത് രാഷ്ട്രത്തിൽ നാം ചെന്നു നോക്കിയാലും അവിടെ 4-ൽ 1 മദ്ഹബ് സ്വീകരിക്കുന്നവരായി മുസ്ലിംകളെ കാണാം. ഈ 4 മദ്ഹബുകളും പരിശുദ്ധ ഖുർആനിലെ തത്വസംഹിതയാണ്. ആ തത്വസംഹിതകൾ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്നാണ് ഈ പറഞ്ഞതിന് താല്പര്യം. എന്നാൽ ഇന്ന് മുസ്ലിം സമുദായത്തെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കാൻ അമേരിക്ക പോലുള്ള വൻ രാഷ്ട്രങ്ങൾ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം ഗസ വിട്ട് അവിടെ നിന്ന് മുസ്ലിംകളൊക്കെ പോകണം, ഗസ വിട്ട് മുസ്ലിംകൾ പോവുകയും ഗസ വിറ്റ് അതിനെ മറ്റ് വിഭാഗത്തിന് കൊടുക്കുകയും ചെയ്യണം എന്നൊരു പുതിയ പ്രസ്താവന. എന്നാൽ നമുക്ക് പറയാനുള്ളത് ഗസ ഒരു റിയൽ എസ്റ്റേറ്റ് സാധനം അല്ല. റിയൽ എസ്റ്റേറ്റുകാരെ അവർക്ക് അയക്കുകയും വേണ്ട, മറിച്ച് ഒരു ഫലസ്തീൻ രാഷ്ട്രം ഇവിടെ കെട്ടിപ്പടുക്കാൻ ഗസ അടക്കമുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുത്തി ഫലസ്തീൻ രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കുക. അതാണ് മനുഷ്യത്വത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായതും സത്യവുമെന്ന് മനസ്സിലാക്കാൻ ഇന്ന് എല്ലാ രാജ്യവും, നമ്മുടെ ഇന്ത്യയും അതുപോലെ അമേരിക്കയും റഷ്യയും മറ്റെല്ലാ രാജ്യങ്ങളും പരിശ്രമിക്കേണ്ടതാണ്. എന്നല്ലാതെ ഈ ഗസ വിട്ട് പോകാനും അത് നിട്ട് വില പറഞ്ഞ് നിൽക്കാനും അതൊരിക്കലും നടക്കുന്ന പ്രശ്നമല്ല. അതൊരിക്കലും ഈ ലോകത്തെ ജനങ്ങൾ അനുവദിക്കുകയുമില്ല.